അമേരിക്കൻ യുദ്ധഭീഷണിക്കിടെ തന്നെ ഇറാന് പിന്നിൽ അണിനിരക്കുകയാണ് ഭീമന്മാരായ റഷ്യയും ചൈനയും. ഇറാൻ, റഷ്യ, ചൈന സംയുക്ത നാവികാഭ്യാസം അമേരിക്ക അടക്കമുള്ളവർക്ക് ഒരു വലിയ താക്കീതായി മാറിയിരിക്കുകയാണ്. ഇറാനെതിരെ ആക്രമണത്തിന് അമേരിക്കൻ, ഇസ്രയേൽ സേനകൾ പൂർണ്ണ സജ്ജമെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ഇറാൻ, റഷ്യ, ചൈന സംയുക്ത നാവികാഭ്യാസം നടന്നത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിലുള്ള സംയുക്താഭ്യാസമാണ് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഹോർമുസ് കടലിടുക്കിൽ നടത്തുന്നത്. ഇറാനെതിരായ യുദ്ധമുണ്ടായാൽ അത് തീക്കളിയാകുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനിടയിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. റഷ്യയും ഇറാനും ചേർന്നുള്ള സംയുക്ത നാവികാഭ്യാസം ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ തീരത്തുമായാണ് നടക്കുന്നത്. ഇറാന്റെ നാവികാഭ്യാസത്തിന്റെ ഭാഗമായി മേഖലയിലൂടെ പറക്കുന്ന വൈമാനികർക്ക് നേരത്തെ തന്നെ ഇറാൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇറാനെ ആക്രമിക്കുന്നത് തീക്കളിയാകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. മേഖലയിൽ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും പ്രത്യാഘാതം നല്ലതാകില്ല എന്നും വിദേശകാര്യമന്ത്രി സെർജി ലാവ്ലോവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആണവോർജ്ജ മേധാവിയെ കണ്ട ഇറാൻ സംഘത്തിനൊപ്പം റഷ്യ, ചൈന പ്രതിനിധികളും ഉണ്ടായിരുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയക്കുന്ന USS ജെറാൾഡ് ഫോർഡ് ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാന്റെ തിരിച്ചടിയുണ്ടായാൽ ചെറുക്കാൻ ഇസ്രയേൽ തീരത്താണ് പടക്കപ്പൽ നിലയുറപ്പിക്കുക. ഏതു നിമിഷവും സജ്ജമെന്നാണ് അമേരിക്കൻ, ഇസ്രയേൽ സൈനിക വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇറാൻ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ആണവ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നും ഇതിനായി 10 ദിവസത്തെ സമയം നൽകണമെന്നുമാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണം, ബലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ സൈനിക നടപടിക്ക് സജ്ജമെന്ന് പെന്റഗണും അറിയിച്ചു. നിലവിൽ US തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. F-35, F-22 ജെറ്റ് യുദ്ധവിമാനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ട്രംപിന്റെ ഭീഷണിയോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏതു നിമിഷവും ആരംഭിക്കുമെന്ന ആശങ്കകളും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. അതേസമയം ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ ഇറാൻ വ്യക്തമാക്കുന്നു. മേഖലയിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമാണ്. ആക്രമണമുണ്ടായാൽ മേഖലയിലെ US സേനാ സംവിധാനങ്ങൾക്കും സൗകര്യങ്ങൾക്കും മേൽ ഇറാൻ തിരിച്ചടിക്കുമെന്നും സുരക്ഷാ കൗൺസിൽ ഇടപെടണമെന്നും ഇറാൻ പറയുന്നു. ഗാസയിൽ സമാധാനം പുലരാനുള്ള ട്രംപിന്റെ പദ്ധതിയായ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് US പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. 2018 അമേരിക്ക പിന്മാറിയ ആണവ കരാറിന് പകരമായി ഒരു പുതിയ ഉടമ്പടിയിൽ എത്താൻ ഇറാന് സാധിച്ചിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇവയെല്ലാം ഇറാനെതിരെ ഒരു യുദ്ധസന്നാഹത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നവയാണ് എന്നും റിപ്പോർട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതാക്കളെ കൊല്ലാൻ പദ്ധതിയിടുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യത്തിൽ പ്രസിഡന്റ് അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് വിവരം. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് MSJയുടെ ഈ റിപ്പോർട്ട്. അതേസമയം ആണവ കേന്ദ്രങ്ങൾക്കുള്ള സുരക്ഷ ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട്. സുപ്രധാന സൈനിക കേന്ദ്രത്തിന് സമീപം ഇറാൻ കോൺക്രീറ്റ് മതില് കെട്ടി സുരക്ഷ ഒരുക്കുന്നുവെന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 2024 ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയ സ്ഥലത്തിന് സമീപമാണ് കൂടുതൽ സുരക്ഷ ഇറാൻ ഒരുക്കുന്നത്. പ്രധാന ആണവ കേന്ദ്രങ്ങളെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇറാൻ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.